കോൺഗ്രസിൽ നിന്ന് അടുത്ത സമയത്ത് CPM-ലേക്ക് വന്ന നേതാവാണ് വെള്ളനാട് ശശി. പിന്നീട് വെള്ളനാട് ജില്ലാ ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ അദ്ദേഹം CPM ബാനറിൽ മത്സരം ജയിക്കുകയും ചെയ്തു. ഇന്നലെ ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. സ്ത്രീകളെ അടക്കം കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിലാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിക്കെതിരെ കേസെടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഇന്നലെ വെള്ളനാട് പഞ്ചായത്ത് ഓഫീസ് സമീപമായിരുന്നു ഈ സംഭവം. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. നിങ്ങളെ ഗുണ്ടായിസ നിങ്ങളെ കൊച്ചിനടിക്കണം നിങ്ങളെ ഗുണ്ടായിസ നിങ്ങളെ കയ്യിലിരിക്കും. താനാരോ ഇന്നലെയാണ് ഈ പ്രശ്നമുണ്ടായത്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ നേതാവാണ്, സമൂഹത്തിൽ മാതൃക കാട്ടേണ്ട ആളുകളെന്ന് വിശ്വസിക്കുന്നവരാണ്. നോക്കുക, ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുന്നു, തട്ടിക്കളയുന്നു. അതിനുശേഷം ഭയം നിൽക്കുന്നു, കരയുന്നു. രണ്ട് സ്ത്രീകൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുകയാണ് അദ്ദേഹം, അതും പരസ്യമായി. ഇങ്ങനെയൊക്കെയാണോ ചില നേതാക്കൾ പെരുമാറേണ്ടത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. കൃത്യമായി തന്നെ അത് വിശദീകരിക്കുന്നുമുണ്ട്. മർദ്ദനമേറ്റ അല്ലെങ്കിൽ കയ്യേറ്റത്തിൽ ഇരയായ സ്ത്രീ അവരുടെ വാക്കുകളിലേക്ക് കൂടി പോകാം. വെള്ളം കെട്ടിക്കിടന്നു, ചായ അടിക്കുന്ന ഒരു വണ്ടിയുണ്ട്, അതിനകത്ത് വെള്ളം കെട്ടിക്കിടന്നപ്പോൾ അത് ചരിവുണ്ടായതുകൊണ്ട് നമ്മളൊരു കല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചതായിരുന്നു. അപ്പോൾ എവിടെ നിന്ന് പറഞ്ഞാൽ പുള്ളി വന്ന് വണ്ടി വെളിയിലോട്ട് ഇറക്കി മാറ്റാൻ പറ്റത്തില്ല, അകത്തോട്ട് കയറ്റി ആയിട്ടില്ല. യഥാർത്ഥത്തിൽ വെളിയിലോട്ട് കയറ്റി വെച്ചതല്ല, ഒരിക്കലും വെളിയിലോട്ട് കയറ്റി വെച്ചതല്ല. റോഡ് നിയമങ്ങളെല്ലാം നോക്കിയിട്ടാണ് വെച്ചത്. അപ്പോൾ ഞങ്ങളെ കുക്ക് പറഞ്ഞു, മാമൻ പറഞ്ഞു വെളിയിലോട്ട് വെച്ചല്ല, വെള്ളം കിടക്കുന്നതുകൊണ്ടും അങ്ങോട്ട് നീക്കി വെക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഷൗട്ട് ചെയ്ത് നമ്മളെ നേർക്ക് വരുമായിരുന്നു. വീണ്ടും നമ്മളത് പറയും തോറും അങ്ങേര് ഷൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ കടയിൽ മമ്മി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിനിടയിലെ സംസാരിച്ചപ്പോഴത്തേക്ക് കുഞ്ഞകത്തിരുന്ന് ഭക്ഷണം കഴിയും. അവൻ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുമായിട്ട് അങ്ങനെ വഴക്കുണ്ടാക്കുന്നതാണ്. കൈ മുറുക്കി ഇടിക്കാനായിട്ടാണ് വരുന്നത്. ഓരോ തവണയും സ്ത്രീകളോട് മോശമായിട്ട് പൊടി ചീത്ത രീതിയിലുള്ള ഇതാണ്. മാന്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചീന്ന് വിളിക്കുക നിന്നെയൊക്കെ എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. മൊത്തവും മോശമായിട്ടാണ് പറയുന്നത്. പറയാൻ പറ്റത്തില്ല പറയുന്ന ഭാഷകൾ. അത്രയ്ക്ക് ഇതൊരു ഗുണ്ട എങ്ങനെയാണ്, ഒരു ജനപ്രതിനിധി ആയിട്ടല്ല ഞങ്ങൾക്ക് അയാളൊക്കെ തോന്നിയത്, ഒരു ഗുണ്ടയായിട്ടാണ് തോന്നിയത്. അത്രയ്ക്ക് മോശമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ പെരുമാറിയത്. അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, വെള്ളനാട് ശശിയുടെ അക്രമം അല്ലെങ്കിൽ കയ്യേറ്റമൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്താണ് എനിക്ക് ശരിക്കും സംഭവിച്ചത്? ഇന്നലെയായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത്. വളരെ തികച്ചും നിർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം വെള്ളനാട് സ്വദേശിയായ അരുൺ രാജ് നടത്തുന്ന ഈ ഹോട്ടലിന് സമീപത്തായിരുന്നു ഈ സംഭവങ്ങളുടെ തുടക്കവും പ്രശ്നങ്ങളൊക്കെ അരങ്ങേറിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ഇവിടെ ഒരു വിലവിവര പട്ടിക സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഈ ബോർഡ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വെള്ളനാട് ശശി എത്തുന്നു. ആ ബോർഡ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അരുണിന്റെ മകൻ ഫോട്ടോ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചു. ഇത് കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചു. കുട്ടിയെ മർദ്ദിക്കാൻ ശ്രമിച്ചു. അതായിരുന്നു അവിടെ ദൃശ്യം കാണുന്നത്. ഫോൺ തട്ടിമാറ്റുകയും കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അരുൺ രാജിനും ഒപ്പം ഭാര്യ, അമ്മായി ഇവർക്കൊക്കെ മർദ്ദനമേൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയായിരുന്നു, അവരോട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അവിടെ നിന്ന് ഉയരുന്ന ഒരു പരാതി. എന്തായാലും ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് ആര്യനാട് CA പറയുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഇതിനോടകം ഉടലെടുത്തിട്ടുണ്ട്. രഞ്ജിത്ത്, ഇത് ജാമ്യമില്ലാ രണ്ട് കൂട്ടരും പരാതി നൽകിയിട്ടുണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ? തീർച്ചയായും ഇരു വിഭാഗക്കാരും ഇതിനെ പറയുന്നുണ്ട്. ഈ പറയുന്ന എന്താ പറയാ, ഈ പിരിവ്, സാമ്പത്തികമായ പിരിവ് ചോദിച്ചതിൽ പിരിവ് കുറച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിലുള്ള തർക്കമാണ്
അതിന് പ്രകോപനമുണ്ടായെന്ന് മർദ്ദനമുണ്ടായെന്ന് ഒരു വിഭാഗം പറയുന്നു. അതേസമയം ഇല്ല, ഇവിടെ ഇരുന്ന വഴിതടസ്സം സൃഷ്ടിച്ചതുകൊണ്ട് അത് മാറ്റിവെക്കണം, ഈ പറയുന്ന ബോർഡ് മാറ്റിവെക്കണമെന്ന് പറയുന്നതിനുള്ള തർക്കമാണ് ഇതിനൊക്കെ കാരണമെന്ന് എതിർവിഭാഗവും വാദിക്കുന്നു. എന്തായാലും ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പെടുത്ത് കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഇതിന് വേണ്ട അന്വേഷണം നടത്തുന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, വെള്ളനാട് ശശിക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം, ആ രാഷ്ട്രീയ നേതാവ് 2 സ്ത്രീകൾക്ക് നേരെയും ഒരു കൊച്ചു കുട്ടിക്ക് നേരെയും കയ്യേറ്റം നടത്തുന്നത്. നമ്മൾ എന്ത് കാര്യം കൊണ്ടായാലും ഇത്തരത്തിൽ പബ്ലിക്കായി കയ്യേറ്റം ചെയ്യുക എന്ന് പറയുന്നത്, അതും ഒരു കടയിലെ ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ എന്നുള്ളത് ഒട്ടും നീതീകരിക്കാനാവുന്ന ഒന്നല്ല. ഏതായാലും കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അധികാരത്തിന്റെ ഹുങ്കൊക്കെയുള്ള അധികാരത്തിന്റെ CPM-ന്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ കേസ് ഏത് തരത്തിൽ പോലീസ് കൈകാര്യം ചെയ്യുമെന്ന കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.